അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു ക്ലീശയാണ്, ഇതൊരു ബോറിംഗ് സംഭവമാണ്. ബട്ട് എന്റെ പേര് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ദേവി. ഇപ്പൊ നമ്മൾ ഈ സെഷൻ നടത്തുന്നത് ഫ്രം ഓസ്ട്രേലിയ ആണ്. നമ്മളിവിടെ ഞാനിവിടെ ഓസ്ട്രേലിയയില് ഒരു മെഡിക്കൽ കോളേജില് ഡോക്ടേഴ്സിന്റെയും സ്പെഷ്യലിസ്റ്റുകളുടെയും ഒക്കെ വെൽനസ് പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ വെൽനസ് കോച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് പ്രോബബ്ലി യു മൈറ്റ് തിങ്ക് വാട്ട് ഈസ് വെൽനസ് പേഴ്സൺ ഡൂയിങ് ഇൻ ബിസിനസ് കോച്ചിങ് അല്ലേ? അപ്പോ എനിക്ക് രണ്ട് വേർട്ടിക്കൽസ് ആണ്. എന്നെ മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഈ വെൽനസ് കോച്ചിങ്, രണ്ടാമത്തെ കാര്യം എന്റെ ബിസിനസ് കോച്ചിങ്. അപ്പോ ശരിക്കും ഈ കഴിഞ്ഞ ഒരു 21-22 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഡിഫറെന്റ് കൺട്രീസ്, ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്, ഡിഫറെന്റ് ലീഡേഴ്സ്, അവരുടെയൊക്കെ കൂടെ. അപ്പം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ്, എന്റെ ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ലോട്ട് ഓഫ് enthusiasm, പാഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ്. ബട്ട് അലോങ് ദ ലൈൻ നമുക്ക് കുറെ ഹിക്കപ്സ് ഉണ്ടാവുന്നു. ആ ഹിക്കപ്സ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പലരും സ്റ്റക്ക് ആവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങള്, ലെറ്റ്സ് പുട്ട് ടുഗെദർ ദാറ്റ് ഇൻ ടു എ ബിസിനസ് മോഡ്യൂൾ ആൻഡ് ദെൻ ഹെൽപ്പ് പീപ്പിൾ മൂവ് ഫോർവേഡ്, help their businesses set up structurally and financially on a strong foundation. ഇതൊക്കെയാണ് ഈ ഒരു സെഷന്റെ ഈ സെഷൻ ചെയ്യാനുള്ള ഒരു റീസൺ. ആൻഡ് ദെൻ ദി അതർ തിങ് ഇസ് ഐ എം വെരി മൈൻഡ്ഫുൾ ഓഫ് ദ ടൈമിങ്. നമ്മൾ 1 hour ആണ് നമ്മൾ ഈ സെഷൻ 45 minutes എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മൈറ്റ് ഗോ സ്ലൈറ്റ്ലി ഓവർ, ഒരു 1 hour വരെ ചിലപ്പോൾ പോയേക്കാം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഈസ് ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഹമീഷ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെ പരത്തി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗോയിങ് ടു ബി വെരി മൈൻഡ്ഫുൾ ടുഡേ. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ വിതൗട്ട് ഫെർദർ അഡ്യൂ നമുക്ക് നമ്മളുടെ സെഷനിലേക്ക് കടക്കാം. എനിക്ക് നിങ്ങളെയൊക്കെ പരിചയപ്പെടണം എന്നുണ്ട്, പക്ഷേ ബിക്കോസ് ഓഫ് അഗെയിൻ ദ ടൈമിങ്, നമുക്കൊരു കാര്യം ചെയ്യാം. ടുവേർഡ്സ് ദി എൻഡ് നമുക്കൊരു Q&A സെഷൻ ഉണ്ടാവും. കുറച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സെഷൻ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ത്രൂ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ ഐ വിൽ നോ എ ലിറ്റിൽ ബിറ്റ് മോർ അറൌണ്ട് യു. സോ ഇഫ് എവറിബഡി ഈസ് ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് സെഷൻ. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ക്യാമറ ഓൺ ആക്കാം, ഇല്ലെങ്കിൽ ക്യാമറ ഓഫ് ആക്കി വെക്കാം. ദാറ്റ് ഈസ് അപ് ടു യു, ബട്ട് കീപ് യുവർ സെഷൻ ഓൺ മ്യൂട്ട് ഫോർ നൗ. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പൊ ഞാന് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഫസ്റ്റ്. എന്റെ സ്ക്രീൻ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. യാ, ഓൾ റൈറ്റ്, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ്. സോ മാസ്റ്റർ ക്ലാസ് മീൻസ് നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങളെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് പോകും. നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ ഒരു ലെസണോ ആയിരിക്കില്ല ഇന്ന്. ഇൻഡെപ്ത് ആയിട്ടുള്ള സെഷൻസിനെ പറ്റി ഞാൻ ഈ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ പറയാം. ബട്ട് മൈൻഡ് ട്യൂട്ടേഴ്സിൽ നമുക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. വെദർ യു ജോയിൻ a paid session or you join a free session, you always walk away with something valuable in your hand. അത് നമ്മളുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾക്ക് കുറച്ച് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് ഈ സെഷനിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ പോയി ഒന്ന് ഇരുന്നൊരു 2-3 ദിവസം ഒക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് നമ്മളുടെ ബിസിനസ് ഫണ്ടമെന്റൽസിനെ പറ്റി നമ്മൾ പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക്. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്, വൈ ഡിഡ് യു സ്റ്റാർട്ട് എ ബിസിനസ് എന്നുള്ളതാണ്. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾക്ക് ഞാൻ 45 സെക്കൻഡ്സ് സമയം തരും. ആ 45 സെക്കൻഡ്സിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താണോ വരുന്നത് അത് എഴുതുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? സോ ജസ്റ്റ് റൈറ്റ് ഇറ്റ്, വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് ഇൻ 45 സെക്കൻഡ്സ്.
ഓക്കെ, ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ യു റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ യു ക്യാൻ ആൻസർ ഇറ്റ് ലേറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് യു സ്റ്റാർട്ട് എ ബിസിനസ്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മളൊരു ബിസിനസ്സിനെ എടുത്താൽ നമ്മൾ അതിനെ ആ ബിസിനസിന്റെ ഹോൾ പ്രോസസ് ആ ഫുൾ ബിസിനസ്സിനെ നമ്മളിങ്ങനെ ഡൈസെക്ട് ചെയ്ത് ആ ബിസിനസിന്റെ എല്ലാ പാർട്സും നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് കണ്ടൻസ് ചെയ്താൽ നമ്മൾ വരുന്നത് 3 കാര്യങ്ങളിലേക്കാണ്, 3 ഏരിയാസിലേക്കാണ് നമ്മൾ എത്തുക. ഈ 3 ഏരിയാസും ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബിസിനസിന്റെ ബേസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഈ 3 ഏരിയാസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പീപ്പിൾ, പ്രോസസ് ആൻഡ് പേയ്മെന്റ്. ഞാനൊരു പ്രാസം ഒപ്പിച്ചങ്ങ് പേയ്മെന്റ് എഴുതിയതാണ്. പീപ്പിൾ, പ്രോസസ് ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ പീപ്പിൾ, പ്രോസസ് ആൻഡ് മണി എന്നുള്ളതാണ് അവിടുത്തെ ആ വേർഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സെഷനിൽ ഈ ഓരോ ഏരിയയെയും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ ഏരിയാസ് എങ്ങനെയാണ് നമ്മളുടെ ബിസിനസിനെ, നമ്മൾ പറയാറില്ലേ, മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ്. സോ ദീസ് ഏരിയാസ് ക്യാൻ ആക്ച്വലി മേക്ക് യുവർ ബിസിനസ് ഓർ ബ്രേക്ക് യുവർ ബിസിനസ്. അപ്പൊ അത് എങ്ങനെയാണ് ഈ ഏരിയാസ് നമ്മളുടെ ബിസിനസിനെ സഹായിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഏരിയ നമുക്കൊന്ന് എടുക്കാം. ആ ഏരിയ എന്ന് പറയുന്നത് പീപ്പിൾ. ഈ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസ്സിനെ ഒന്ന് റോൾ ചെയ്യാൻ, അതായത് നമ്മളുടെ ബിസിനസിന്റെ വീലൊക്കെ പതിയെ ഒന്ന് കറങ്ങാൻ സഹായിക്കുന്ന ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ആണ് പീപ്പിൾ. അതില് ആദ്യത്തെ മെട്രിക്സ് അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റമേഴ്സ് ആണ്. ഇവിടെ അഗെയിൻ ഐ വാണ്ടഡ് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഹൂ ഇസ് യുവർ കസ്റ്റമർ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെച്ചോ. ഹൂ ഇസ് യുവർ കസ്റ്റമർ? നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? അതാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ഇറ്റ് ഈസ് എ ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇസ് യുവർ കസ്റ്റമർ? ആരാണ് നമ്മളുടെ കസ്റ്റമർ? ബിക്കോസ് ഒരു ബിസിനസ്സിന് കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിലെ മറ്റു പല കാര്യങ്ങളെ അല്ലെങ്കിൽ മറ്റു പല ഏരിയാസിനെയും നമുക്കൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഈ പറഞ്ഞ 3 കാര്യങ്ങളും ആക്ച്വലി ഇന്റർലിങ്ക്ഡുമാണ്. ഈ പീപ്പിൾ, പ്രോസസ് ആൻഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് 3ഉം ഇന്റർലിങ്ക്ഡ് ആണ്. നമുക്ക് അതിലേക്ക് വരാം. നെക്സ്റ്റ് ലെയർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെയർ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാഫാണ്. ഈ സ്റ്റാഫിംഗ് ഇഷ്യൂസ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പല ബിസിനസ്സുകളിലും ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സ്റ്റാഫിംഗ് ആണ്. ഒന്നുകിൽ അട്രീഷൻ വളരെ കൂടുതലാണ്, അതായത് ആൾക്കാർ ഭയങ്കരമായിട്ട് ബിസിനസ് ഇട്ടിട്ട് പോകുന്നു. അവർ ജോയിൻ ചെയ്യുന്നു, വളരെ കുറച്ച് നാള് മാത്രം ബിസിനസ്സിൽ നിൽക്കുന്നു, അത് കഴിയുമ്പോൾ അവര് ഇട്ടിട്ട് പോകുന്നു. അല്ലെങ്കിൽ ആബ്സെന്റീസം വളരെ കൂടുതലാണ്, ഒരു ടീം വർക്ക് കാണുന്നില്ല. ഇങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങൾ സ്റ്റാഫിങ്ങിൽ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ബിസിനസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മളുടെ ബിസിനസ് കാമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഗ്രോ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റിസോഴ്സ് ആണ് ശരിക്കും സ്റ്റാഫിംഗ്. അപ്പൊ സ്റ്റാഫിങ്ങിൽ ശരിക്കും സ്റ്റാഫിങ്ങിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്കിൽ, നമ്മളുടെ സ്റ്റാഫിന്റെ സ്കിൽ. രണ്ടാമത്തെ കാര്യം അവരുടെ ആറ്റിറ്റ്യൂഡ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ സ്റ്റാഫിങ്ങിന്റെ കുറേ പ്രോബ്ലംസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, പല ബിസിനസ് ഓണേഴ്സും പറയുന്ന അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളുടെ ബിസിനസ്സിനെക്കാട്ടിലും വലിയ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ സ്കില്ലുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും ബിസിനസ്സിൽ സ്റ്റാഫ് ആക്കാൻ പാടില്ല. അങ്ങനെ സ്റ്റാഫ് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിന് അത് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും അത്, അല്ലേ? എന്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. അതിന്റെ കാര്യം ഞാൻ പറയാം. നമ്മളുടെ ബിസിനസ്സിൽ എപ്പോഴും സ്കിൽഫുൾ ആയിട്ടുള്ള, എക്സ്പെർട്ടീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പെർട്ടീസ് ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സ്റ്റാഫ് ചെയ്യുന്നത് കൊണ്ട്, അവരെ ജോലിക്ക് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
ഈ പ്രശ്നം ഉണ്ടാവുന്നത് ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ്. അതായത് അവരുടെ റോൾ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, അവരുടെ അവർക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ, അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റാഫിംഗ് ഒരു പ്രോബ്ലം ആയിട്ട് മാറും. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അവർ എന്തിനാണ് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതെന്ന് അവർക്ക് അറിയാം, എന്താണ് അവരുടെ റോൾ എന്ന് അവർക്ക് അറിയാം, എന്ത് ടൈപ്പ് ഓഫ് ഹെൽപ്പാണ് അവര് അല്ലെങ്കിൽ സപ്പോർട്ടാണ് നമ്മളുടെ ബിസിനസ്സിന് തരേണ്ടത് എന്ന് അവർക്ക് അറിയാമെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മളുടെ സ്റ്റാഫിനെ എൻഗേജ് ചെയ്യാനും നമ്മളുടെ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ റോൾ റെസ്പോൺസിബിലിറ്റീസിൽ ക്ലാരിറ്റി കൊണ്ടുവരാനും ആസ് എ ബിസിനസ് ഓണർ നമുക്ക് സാധിക്കണം. ആ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാഫിങ്ങിന്റെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്റ്റാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളുടെ സ്റ്റാഫിങ്ങിൽ തന്നെ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ടാവും. അതായത് ഒരു ഏരിയ, ഫോർ എക്സാമ്പിൾ സെയിൽസ്, നമ്മളുടെ ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സെയിൽസ് ചെയ്യാതെ പറ്റില്ല, അല്ലെ? അപ്പൊ സെയിൽസിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് ഉണ്ട്. സെയിൽസ് സ്റ്റാഫ് തന്നെ സീസൺഡ് ആയിട്ടുള്ള സെയിൽസ് സ്റ്റാഫ് കാണും. ഇപ്പോ ജസ്റ്റ് ഒരു ജൂനിയർ അല്ലെങ്കിൽ ഒരു ഫ്രഷർ ഉണ്ടാവും സെയിൽസിൽ ജോയിൻ ചെയ്ത ഒരാള്. ഒരു മിഡിൽ ലെയർ ഓഫ് സെയിൽസ് സ്റ്റാഫ് ഉണ്ടാവും. അതായത് അവരൊരു 0 to 5 years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സെയിൽസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഈ 3 ആൾക്കാരെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടത് 3 രീതിയിലാണ്. അതും ആസ് എ ബിസിനസ് ഓണർ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഞാനത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ എങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഇൻസെന്റീവ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം, നമുക്ക് അവരുടെ ലീവ്സ്, അവരുടെ വർക്ക് അവേഴ്സ്, അവരുടെ സ്കിൽ മാനേജ്മെന്റ്, അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് സ്റ്റാഫിംഗ്. ആൻഡ് പലപ്പോഴും പല ബിസിനസ്സുകാരും ചെയ്യുന്നത്, നമുക്ക് ഒരു 4-5 സ്റ്റാഫൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനല്ല, നമ്മള് ഒരു സിംഗിൾ സ്റ്റാഫുള്ള ബിസിനസ് ആണെങ്കിലും, നമ്മൾ 10-100-1000 സ്റ്റാഫുള്ള ബിസിനസ് ആണെങ്കിലും ഈ കാര്യങ്ങൾ ഫണ്ടമെന്റൽ ആണ്, അല്ലെ? അതായത് ഈ കാര്യങ്ങൾ ബേസിക് ആണ്. അത് നമ്മൾ നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ലെയർ ഓഫ് പീപ്പിൾ റിസോഴ്സ് എന്ന് പറയുന്നതാണ് പാർട്ട്നേഴ്സ്. ഞാൻ കേൾക്കുന്ന വേറൊരു പരാതി അല്ലെങ്കിൽ വേറൊരു അഭിപ്രായമാണ്, പാർട്ട്ണർഷിപ്പ് കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവസാനം ഒരുപാട് കാര്യങ്ങളെ മാനേജ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കള്, അതായത് അവര് ഭയങ്കര ഫാമിലി ഫ്രണ്ട്സ്, അവര് വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. ആൻഡ് ദെൻ ബേസ്ഡ് ഓൺ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് അവര് ഒരു ബിസിനസ്സിലേക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്ത് അവസാനം ആ ബിസിനസ് ഒരു ലീഗൽ കേസിലേക്ക് വരെ എത്തിയ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഗെയിൻ, നമ്മൾ ഈ സ്റ്റാഫിങ്ങിൽ പറഞ്ഞ ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പാർട്ട്ണർഷിപ്പ്. നമുക്ക് 2 കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, ഡു ഐ നീഡ് എ പാർട്ട്ണർ? ഇത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ശരിക്കും എനിക്കൊരു പാർട്ട്ണർ വേണോ? നമുക്ക് ആരാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് പാർട്ട്ണർ ആണോ വേണ്ടത്, അതോ നമുക്ക് ഒരു മാനേജർ ആണോ വേണ്ടത്? അതായത് നമ്മളുടെ ബിസിനസ് നന്നായിട്ട് നോക്കി നടത്താൻ കഴിവുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജർ ആണോ വേണ്ടത്, അതോ നമുക്കൊരു പാർട്ട്ണറെ ആണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം. എനിവേ, രണ്ടാമത്തെ കാര്യം, അല്ല നമ്മൾ തീരുമാനിച്ചു നമുക്കൊരു പാർട്ട്ണറാണ് വേണ്ടത് എങ്കിൽ ഈ പാർട്ട്ണറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദിസ് പാർട്ട്ണർ ഗോയിങ് ടു ഡു ഇൻ യുവർ ബിസിനസ്? ഈ പാർട്ട്ണർ ആരാണ്? ഹൂ ഈസ് യുവർ പാർട്ട്ണർ? പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, പാർട്ട്ണർ ആക്കുന്നത് പലപ്പോഴും ഒന്ന് അവർക്ക് ഭയങ്കര എന്തൂസിയാസം ആയിരിക്കും. ഞാനും നിങ്ങളുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാം എന്നുള്ള ഒരു എന്തൂസിയാസം. അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മളുടെ അതേ സ്കില്ലുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. സെയിം സ്കിൽ, നമുക്കിപ്പോ സെയിൽസിൽ ഭയങ്കര സ്കിൽ, നമ്മളൊരു 20-25 വർഷമായിട്ട് സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക്
സെയിൽസ് ആണ് നമ്മളുടെ സ്കിൽ, സെയിൽസ് ആണ് നമ്മളുടെ സ്കില്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പാർട്ട്ണറും ചിലപ്പോൾ അതേ സ്കില്ലുള്ള ഒരാളായിരിക്കും. പക്ഷെ ബിസിനസ്സിൽ ശരിക്കും നമുക്ക് ഒരു പാർട്ട്ണറെ വേണ്ടത് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയുന്ന ആ സ്കിൽസ് ഉള്ള ഒരു പാർട്ട്ണറെയാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും സെയിൽസ് സ്കില്ലാണ്, പക്ഷെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മളുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ പാർട്ട്ണർഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പോൾ പാർട്ട്ണറെ നമ്മൾ ഒരു പാർട്ട്ണറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്ന് ഒരു ഡിഫറെന്റ് സ്കിൽ സെറ്റ് ആയിരിക്കണം. രണ്ട്, അവരുടെ റോൾ റെസ്പോൺസിബിലിറ്റി വളരെ ക്ലിയർ ആയിരിക്കണം. ഈ റോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ മാനേജ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എ ബിസിനസ്. നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരിക്കും, ഈ ആയിരിക്കും എന്ന സംഗതിക്ക് ബിസിനസ്സിൽ ഒരു സ്ഥാനവും ഇല്ല. ബിസിനസ്സിൽ ഗസ് വർക്കിന് ഒരു സ്ഥാനവും ഇല്ല. ബിസിനസ്സിൽ ഈ പറഞ്ഞതുപോലെ എന്റെ ഫ്രണ്ട് അല്ലേ, ചിലപ്പോൾ നമ്മളുടെ പാർട്ട്ണർ ആവുന്നത് നമ്മളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കും, ഭാര്യയാകാം, ഭർത്താവാകാം, അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ, നമ്മുടെ സിബ്ലിങ്സ് ആരെങ്കിലും ആയിരിക്കാം, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. പക്ഷെ പിന്നീട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പിന്നീട് വല്ലാത്ത കോൺഫ്ലിക്ട്സ് അവിടെ ഉണ്ടാവുന്നത്. ഈ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നതിന്റെ കാരണം ഈ ആയിരിക്കാം, അങ്ങനെ ചെയ്തേക്കാം എന്നുള്ള ഈ വിചാരം കൊണ്ടാണ്. അപ്പോൾ നമ്മള് ഈ റോൾ റെസ്പോൺസിബിലിറ്റി വളരെ ക്ലിയർ ആയിരിക്കണം ഫോർ എ പാർട്ട്ണർ. ഡിസിഷൻ മേക്കിംഗ് പവർ എവിടെ വരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരിക്കണം. ഫൈനാൻഷ്യൽ ഡെലിഗേഷൻസ്, അവരുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് പവർ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് എവിടെ വരെയാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. വിച്ച് ഇൻക്ലൂഡ്സ് ബഡ്ജറ്റിംഗ് ആസ് വെൽ. അവർക്ക് എത്ര വരെ ബഡ്ജറ്റ് അവർക്ക് അപ്രൂവ് ചെയ്യാം, അവർക്ക് എന്തൊക്കെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാം, ഈ സംഗതികൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഞാൻ എപ്പോഴും എന്നോട് കൺസൾട്ട് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, വെൻ ഇറ്റ് കംസ് ടു പാർട്ട്ണർഷിപ്പ് ഇറ്റ് ഷുഡ് ബി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് ഒരു എന്താ പറയാ, ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ ബ്ലാക്ക് പെന്നിൽ എഴുതിയതായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട്. അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, പരസ്പരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കണം, രണ്ടുപേർക്കും അതിനകത്ത് സംശയമൊന്നും വരാൻ പാടില്ല. എവറി 3 years ഇഫ് ദ പാർട്ട്ണർ ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ഇൻ ദ ബിസിനസ്, എവറി 3 years അതിനൊരു റിവ്യൂ ഉണ്ടായിരിക്കണം. അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തണം. വേറൊരു കാര്യം, പാർട്ട്ണറുടെ ടൈം, സ്കിൽ ആൻഡ് ഇൻവോൾവ്മെന്റ്. ഇപ്പൊ പലപ്പോഴും ബിസിനസ്സുകളിൽ പാർട്ട്ണർ ആവുന്നവര് അവർ ഓൾറെഡി തന്നെ വേറൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും അവരുടെ എഫിഷ്യൻസി, ആ ബിസിനസ് നടത്തുന്ന എഫിഷ്യൻസി കണ്ടിട്ടായിരിക്കും നമ്മൾ അവരെ നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അതേപോലെ തന്നെ അവരും നമ്മളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആവണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഈ പല ആൾക്കാരും ഓൾറെഡി അവരുടെ ബിസിനസ്സിൽ അവരുടെ 80% ടൈം അവരവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 20% മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും നമ്മളുടെ ബിസിനസ്സിലേക്ക് ഈ പാർട്ട്ണറുടെ ഒരു ടൈം നമുക്ക് കിട്ടുക. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളുടെ പാർട്ട്ണർക്ക് എത്രമാത്രം ടൈം നമ്മളുടെ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം. അതനുസരിച്ച് നമ്മൾ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം. അഗെയിൻ അത് വേറൊരു വലിയ ഏരിയ ആണ്, നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. സോ ഐം ഗോണ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു, ചിലപ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കണം, ഡു വി നീഡ് എ പാർട്ട്ണർ ഓർ ഡു വി നീഡ് എ മാനേജർ? ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ഡു വി നീഡ് എ പാർട്ട്ണർ ഓർ ഡു വി നീഡ് ആൻ ഇൻവെസ്റ്റർ എന്നുള്ളത്. എഗെയിൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഇൻവെസ്റ്ററുടെ കാര്യത്തിലും വളരെ ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു ഇൻവെസ്റ്ററുടെ ഡെലിഗേഷൻ അതോറിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലെ റോൾ എന്താണ് എന്നുള്ളത് വളരെ വളരെ കൃത്യമായിരിക്കണം, അത് വളരെ ക്ലിയർ ആയിരിക്കണം. ഇൻവെസ്റ്റർ നമുക്ക് എന്താ തരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മളുടെ
ഇൻവെസ്റ്റർ നമുക്ക് അവരുടെ ടൈമാണോ തരുന്നത്? ഇൻവെസ്റ്റർ നമുക്ക് അവരുടെ മണിയാണോ തരുന്നത്? ഇൻവെസ്റ്റർ നമുക്ക് അവരുടെ സ്കില്ലാണോ തരുന്നത്? ഈ കാര്യങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റർ ആണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വന്നത് എന്ന് വിചാരിക്കുക. വാട്ട് ഇന്റർവൽസ് ഡു ദേ റിസീവ് ദെയർ റിവാർഡ്സ്? അതുപോലെ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ റിവാർഡ്? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അവർക്ക് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുക? അത് എന്ത് ഇന്റർവെല്ലിൽ? നമ്മൾ എവറി 3 months ആണോ, അതോ എവറി സെമിസ്റ്റർ, അതായത് എവറി 6 months ആണോ? പ്രോഫിറ്റിന്റെ എന്ത് ഷെയർ ആണ് ആ ഇൻവെസ്റ്റർക്ക് കിട്ടുക? ഇൻവെസ്റ്റർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ നമ്മളുടെ ബിസിനസ്സിൽ? ഒരാള് ബിസിനസ്സിൽ പൈസ മുടക്കിയതാൽ അതിന്റെ അർത്ഥം അവർക്ക് ഡിസിഷൻസ് എടുക്കാം എന്നല്ല. എടുക്കാൻ പാടില്ല എന്നും നിയമമില്ല. അപ്പോ നമ്മളുടെ ഇൻവെസ്റ്റർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് നമ്മളുടെ ഇൻവെസ്റ്ററിലോടോ നമ്മുടെ പാർട്ട്ണറോടോ ഒക്കെ നമുക്കതിനെ കൺവേ ചെയ്യാൻ സാധിക്കുള്ളൂ. മ്യൂട്ട് ദോസ്. നിങ്ങൾ മ്യൂട്ടിലല്ലാത്ത ആൾക്കാരെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ റിസോഴ്സസ്, ഫസ്റ്റ് റിസോഴ്സ്, അതായത് പീപ്പിൾ എന്ന ആ ഒരു ഏരിയ ഞാൻ അവിടെ നിർത്തുകയാണ്. നമുക്ക് അതിലേക്ക് പിന്നെ നമുക്ക് വീണ്ടും വരാം. നമുക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അവിടെ. ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രോസസ് ആണ്. അപ്പൊ ശരിക്കും പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്? ആർക്കെങ്കിലും പെട്ടെന്നൊന്ന് ചാറ്റിൽ മെസ്സേജ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് പറയാമെങ്കിൽ നന്നായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പ്രോസസ്. I think I have a few. Let me see. Business growth. Okay. Okay. Way to execute a program. Okay. Okay. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് എന്താണ് പ്രോസസ് എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? ഫോർ മീ, ഞാൻ ഈ 21 വർഷം കൊണ്ട് അല്ലെ 22 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലി എ ക്രിയേഷൻ ഓഫ് വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ പറയും അങ്ങനെ അല്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ആണ്, സിസ്റ്റം ആണ്, ടൂൾ ആണ്, ഇതൊക്കെ ടെക്നോളജി ആണ്, ഇതൊക്കെയാണ് പ്രോസസ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെ? Hello, So, hello. yes, Ma'am, can you hear me? yes. Okay. Yes. Business fundamentals. അപ്പോൾ പ്രോസസ്സ്, വാല്യൂ ക്രിയേഷൻ, വാല്യൂ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് വാല്യൂ മാനേജ്മെന്റ്. അപ്പം അത് നമ്മളിന്ന് വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മ ശരിക്കും അതിന് നമ്മള് ലൈക്ക് നമ്മളിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നത് ലൈക്ക് ഇപ്പൊ ഒരു മാർക്കറ്റിൽ രണ്ട് പേരുണ്ട്. നമ്മളേന്ന് മേടിക്കുന്നതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന വാല്യൂ, അത് അതല്ലേ വാല്യൂ ക്രിയേഷൻ ആണോ? അല്ല അല്ല, അല്ല. ഓക്കെ. അതുകൊണ്ടാണ് ഞാനത് പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. നമ്മള് യൂഷ്വലി നമ്മൾ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ, ടൂൾസ്, ടെക്നോളജി, അതാണ്. അപ്പൊ വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കാര്യം, അത് ഒരു പ്രോഡക്റ്റ് ആകാം, ഒരു സർവീസ് ആകാം, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു പ്രോസസ് എന്ന് പറയുന്നത്. വി ആർ ക്രിയേറ്റിംഗ് സംതിങ് വാല്യുബിൾ. അത് ഒരു പ്രോഡക്റ്റ് ആകാം, അതൊരു സർവീസ് ആകാം. പക്ഷേ നമ്മൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹൂ ഇസ് യുവർ കസ്റ്റമർ എന്ന് നമ്മൾ ചോദിച്ചു, അല്ലേ? അത് നമ്മളൊരു ഹോംവർക്ക് ആക്കി വെക്കാം, ഹൂ ഇസ് യുവർ കസ്റ്റമർ എന്നുള്ള ഒരു ചോദ്യം.
ആ ഉം, ഹൂ ഇസ് യുവർ കസ്റ്റമർ എന്നുള്ള ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ നമ്മളുടെ ഉം, കസ്റ്റമർ ആരാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ്, നമ്മൾ എന്ത് സർവീസ് ആണ് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക. അപ്പൊ അത് സിംപ്ലി പറഞ്ഞാൽ അതൊരു ഡിസൈൻ പ്രോസസ് ആണ്. യു ആർ ഡിസൈനിങ് സംതിങ് വിച്ച് ഇസ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസ് ഫോർ ദ മാർക്കറ്റ്. അതേപോലെ തന്നെയാണ് നമ്മൾ ആദ്യം വേറൊരു ചോദ്യം ചോദിച്ചു, വൈ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ബിസിനസ് എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. അത് കേട്ടിരുന്നോ? നിങ്ങൾ പലരും അത് ആ കേട്ടിരുന്നു ചോദ്യം സോ ആ ആ ചോദ്യത്തിന്റെയും ആൻസർ കിട്ടുമ്പോൾ ആണ് നമുക്ക് ഈ പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് പ്രോസസ്സിനകത്ത് ഈ വാല്യൂ ക്രിയേഷനകത്ത് നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാക്കുന്നു. നമ്മൾ അതിന് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പൊ ആരാണ് കസ്റ്റമർ എന്ന് നമുക്ക് മനസ്സിലായി. ആ കസ്റ്റമറെ മനസ്സിലാക്കിയപ്പോഴും നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഇനി ഈ പ്രോഡക്റ്റിന്റെ ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ ഡെലിവറി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം, ടെക്നോളജി, ടൂൾസ് ഇതൊക്കെ വരിക. കാരണം നമ്മുടെ കസ്റ്റമറെ നമുക്കറിയാം, കസ്റ്റമർക്ക് വേണ്ടത് എന്താണെന്ന് അപ്പൊ നമുക്കറിയാം. കസ്റ്റമർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അവിടെ നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കും, ഹൗ ഡു യുവർ കസ്റ്റമേഴ്സ് ഫൈൻഡ് യു? നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാ നമ്മളെ കണ്ടുപിടിക്കുക എന്ന്. അതാണ് ഈ അവിടെ വരുന്ന ഒരു ചോദ്യം, ഹൗ ഡു യുവർ കസ്റ്റമേഴ്സ് ഫൈൻഡ് യു? ഇതും നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ആണ്. അത് എഴുതി വെക്കുക, എന്നിട്ട് ആലോചിക്കുക എങ്ങനെയാണ് എന്റെ കസ്റ്റമർ എന്നെ കണ്ടുപിടിക്കുക. ഇനി കസ്റ്റമർ നമ്മളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോ മനസ്സിലായി നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ് നമ്മളെ കണ്ടുപിടിക്കുക, ആരാണ് കസ്റ്റമർ, എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മുടെ ആ ആദ്യം പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, ആ കസ്റ്റമർ, ഹൂ ഈസ് യുവർ കസ്റ്റമർ എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ചോദ്യവുമായിട്ട് റിലേറ്റഡ് ആണ്, ഹൂ ഈസ് യുവർ കസ്റ്റമർ എന്നുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഈ കേപ്പബിലിറ്റിയില്ലേ, നമ്മൾ ഈ പറഞ്ഞ ഈ സാധനം, ഈ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാഫ്, പാർട്ട്ണർ, ഇൻവെസ്റ്റർ, ഈ കേപ്പബിലിറ്റി നമ്മളെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോഴാണ്. അവിടെ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്, നമ്മളുടെ ടീമിന് എന്ത് സ്കില്ലാണ് വേണ്ടത്, നമ്മളുടെ പാർട്ട്ണർ ആരായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ തീരുമാനിക്കാൻ, ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്, ഈ വാല്യൂ ക്രിയേഷൻ. ഇപ്പോ കുറച്ച് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബേസ്ഡ് ഓൺ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണ്. ആ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും എന്താണെന്ന് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഹൂ ഈസ് അവർ കസ്റ്റമർ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കാണാൻ പറ്റണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വാല്യൂ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് സിംപ്ലി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വാല്യൂ, നമ്മുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസിനെ പറ്റി നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ സെയിൽസ് പ്രോസസ് അല്ലെ. ഈ പ്രോസസ് എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആ ഡിസൈൻ പ്രോസസ് ഉണ്ടല്ലോ, അത് നല്ല സ്ട്രോങ് ആയിരിക്കണം. ആ ഡിസൈൻ നിങ്ങൾ എന്റെ ഈ സൈഡിലത്തെ സ്ക്രീനിലാണ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഡിസൈൻ പ്രോസസ്സ് സ്ട്രോങ് അല്ലെങ്കിൽ ഡിസൈൻ പ്രോസസ്സ് വീക്ക് ആണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം നമുക്ക് പലപ്പോഴും കിട്ടില്ല. അപ്പൊ ആ ഡിസൈൻ എന്ന് പറയുന്നത്, ആ വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഒരു നമ്മൾ പറഞ്ഞു നമ്മളുടെ സെയിൽസ് പ്രോസസ്, നമ്മളുടെ വാല്യൂ കമ്മ്യൂണിക്കേഷൻ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഈ വാല്യൂ, നമ്മളുടെ സെയിൽസ് പ്രോസസ് എന്താണ്, എനിക്ക് റെഫറൻസ് ഉണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറെ പരസ്യം ചെയ്യുന്നുണ്ട്, അങ്ങനെ ഞാൻ ഡിജിറ്റൽ ക്രിയേറ്റർ ആണ്, ഇങ്ങനെ പല പല ഏരിയാസിൽ നിന്നൊക്കെയാണ് എനിക്ക് സെയിൽസ് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആൻസർ എങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ നമ്മളോട് ചോദിക്കാം. നമ്മൾ ഈ കുറച്ച് മുമ്പേ പറഞ്ഞ
ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് us, എങ്ങനെയാണ് ആൾക്കാർ നമ്മളിലേക്ക് വരുന്നത്. ഇവിടെ അഗെയിൻ എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളിലേക്ക് വരേണ്ടതെന്നും നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവിടെയാണ് നമ്മളുടെ സെയിൽസ് കോൺവെർസേഷൻസ്, നമ്മളുടെ പ്രൈസിങ് സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വാല്യൂ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മളുടെ അവിടെ ഈ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചാൽ നമ്മളുടെ സ്റ്റാഫ് നന്നായിട്ട് പെരുമാറും. നമ്മളുടെ സെയിൽസ് സ്റ്റാഫിന്റെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫിന്റെ കോൺവെർസേഷൻസ് വളരെ നന്നായിരിക്കും. നമ്മളുടെ ഡിസിഷൻസ്, നമ്മളും നമ്മളുടെ പാർട്ട്ണറും കൂടെ എടുക്കുന്ന സോറി ഡിസിഷൻസ് വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ കമ്മ്യൂണിക്കേഷൻ അഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെയാണ് നമ്മൾ നമ്മളുടെ സെയിൽസ് പ്രോസസ് ഒക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പ്രൈസിങ്. പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. വാല്യൂ മാനേജ്മെന്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് വാല്യൂ മാനേജ് ചെയ്യുക? വാല്യൂ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യും, നമ്മൾ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ വാല്യൂ മാനേജ്മെന്റിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു പീപ്പിൾ പേ അസ്. ഹൗ ഡു, ഇത് നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതി വെക്കാം. ആൻഡ് ദിസ് ഇസ് അഗെയിൻ അനദർ ഹോംവർക്ക്. ഹൗ ഡു പീപ്പിൾ പേ യു? അപ്പൊ നിങ്ങൾ പറയും എനിക്കറിയാലോ അവര് പോസ് പേ ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് തരും. അതല്ല നമ്മളുടെ ആൻസർ. അതുകൊണ്ട് ആ ചോദ്യം എഴുതി വെക്കുക. എന്നിട്ട് ആ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഈ വാല്യൂ മാനേജ്മെന്റിലാണ് ശരിക്കും നമ്മളുടെ മണി ഫ്ലോ, നമ്മളുടെ ക്യാഷ് മാനേജ്മെന്റ്, നമ്മളുടെ പ്രോസസ്സസ്, ഡോക്യുമെന്റേഷൻ, പീപ്പിൾ മാനേജ്മെന്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഗതി എല്ലാം, ഈ കാര്യങ്ങളെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഇതിലൊന്നും ഈ ബിസിനസ്സസ്, അതായത് സൈലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം സൈലോസ്, അതായത് ഓരോ പല പല പൂൾസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സിന് ഒരിക്കലും സ്കെയിൽ ചെയ്യാൻ സാധിക്കില്ല. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർക്ക് ഗ്രോത്ത് സാധ്യമാവില്ല. ഈ കാര്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ഉണ്ടാവുക. ഇനി പേയ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. മണി ഇൻ, മണി ഔട്ട് ആൻഡ് മണി ലെഫ്റ്റ്, ഇതാണ് നമ്മളുടെ പേയ്മെന്റ് എന്ന് പറയുന്ന സംഗതി. മണി ഇൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് എപ്പോ പൈസ വരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ ഹൗ ഡു പീപ്പിൾ പേ യു, അല്ലെങ്കിൽ വെൻ ഡു പീപ്പിൾ പേ യു. നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വെൻ ഡു പീപ്പിൾ പേ മീ, അല്ലെങ്കിൽ വെൻ ഡസ് മണി കം ഇൻ ടു മൈ ബിസിനസ്. അതൊരു നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ആ ടൈമിംഗ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മണി നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എപ്പോ നമ്മളുടെ കയ്യിലേക്ക് പൈസ കിട്ടുന്നു എന്നുള്ളതാണ്. പല ബിസിനസ്സും സ്റ്റക്ക് ആകുന്നതോ ഫെയിൽ ആകുന്നതോ അവർക്ക് പണമില്ലാത്തത് കൊണ്ടോ എഫിഷ്യൻസി ഇല്ലാത്തത് കൊണ്ടോ അവർ കമ്മിറ്റഡ് അല്ലാത്തത് കൊണ്ടോ അല്ല. അതിന്റെ ഒരു റീസൺ ഇതാണ്. ഈ മണി ഇൻഫ്ലോയുടെ ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും കസ്റ്റമർ ഇസ് ദ കിങ് എന്ന്, അല്ലെ? ബിസിനസ്സിൽ അങ്ങനെ കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് കേട്ടിട്ടുള്ള എത്ര, ജസ്റ്റ് ഒരു തംസപ്പ് തന്ന എത്ര പേര് കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് വിശ്വസിക്കുന്നുണ്ട്? യെസ്, ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയട്ടെ. ഐ എം വെരി സോറി, കസ്റ്റമർ ഇസ് നോട്ട് ദ കിങ്. ഒരു ബിസിനസ്സിൽ മണി ഈസ് ദ കിങ്. മണി ആണ് കിങ്. പണം എപ്പോ വരുന്നു, പണം എങ്ങനെ ബിസിനസ്സിൽ ചെലവാക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ബിസിനസിന്റെ ഗ്രോത്തും നമ്മളുടെ ബിസിനസിന്റെ സ്കെയിലിങ്ങും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ച വെൻ ഡു യു ഗെറ്റ് പെയ്ഡ്, നിങ്ങൾക്ക് എപ്പോ പൈസ കിട്ടുന്നു എന്നുള്ള ചോദ്യം വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം മണി ഒരു ബിസിനസ്സിന്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിന് ഓൺ പേപ്പർ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതായത് നമുക്കറിയാം നമ്മളുടെ ബിസിനസ്, നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിന് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് മാർക്കറ്റിന് ആവശ്യമാണ്. നമ്മളുടെ പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഓൺ പേപ്പർ ഒരു പക്ഷേ നമുക്ക് ഇത്ര എമൗണ്ട്, ഒരു 1 മില്യൺ 10 മില്യൺ, അത് ഓൺ പേപ്പർ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും.
പക്ഷേ ഈ പറയുന്ന മണി നമ്മളുടെ ബിസിനസ്സിലേക്ക് എപ്പോൾ വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളുടെ ഗ്രോത്ത്. കാരണം നമ്മൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറെ എക്സ്പെൻസസ് ഉണ്ടാവും. നമ്മളുടെ റെന്റ്, നമ്മളുടെ സ്റ്റാഫിന്റെ സാലറി, നമ്മളുടെ പേഴ്സണൽ ഡ്രോയിങ്സ്, ടാക്സ് ഓബ്ലിഗേഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാകും. കുറച്ച് വേരിയബിൾ എക്സ്പെൻസസും ഉണ്ടാകും. അതായത് നമ്മൾ വിചാരിക്കാതെ ചിലപ്പോൾ ഒരു മെഷീന്റെ മെയിൻ്റനൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ള പല ബഡ്ജറ്റിംഗ്, ഇപ്പൊ നമ്മളൊരു സ്പോൺസർഷിപ്പ് ചെയ്യുന്നു, ആ സ്പോൺസർഷിപ്പിന്റെ ഒരു എക്സ്പെൻസ് ഉണ്ടാകാം. ഇങ്ങനെ നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസസും ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ കയ്യിൽ വാട്ട് ഈസ് ലെഫ്റ്റ്, ശരിക്കും നമ്മളുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഗ്രോത്ത് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണം, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണം, നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കൂട്ടണം. ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് ദെയർ ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള മണി ഇല്ലെങ്കിൽ ഈ പറയുന്ന പല ഡിസിഷൻസും നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. അവിടെയാണ് പലപ്പോഴും നമ്മൾ ഡെസ്പെറേറ്റ് ആയിട്ട് ഈ ഏരിയയിലേക്ക് പോകും, ഈ പാർട്ട്ണർ ഇൻവെസ്റ്റർ ഏരിയയിലേക്ക്. അഗെയിൻ യു സീ ഹൗ ദാറ്റ് വുഡ് ക്രിയേറ്റ് എ കയോസ് ഇൻസ്റ്റെഡ് ഓഫ് എ ബാലൻസ്. നമ്മളുടെ കയ്യിൽ നമുക്കിത് ചെയ്താൽ, എനിക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും, എനിക്കിത് ചെയ്താൽ എനിക്ക് ഗ്രോ ചെയ്യാം, എനിക്കറിയാം എന്റെ കയ്യിലേക്ക് എനിക്ക് അക്കൗണ്ട് റിസീവബിൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്റെ ബാലൻസ് ഷീറ്റിലുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് ഈ ഈ പറയുന്ന ഡിസിഷൻ പവർ ഇല്ലേ, നമ്മളുടെ ഗ്രോത്തിന്റെ ഡിസിഷൻ പവർ എന്ന് പറയുന്നത്. ഞാൻ അത് അവിടെ നിർത്തുകയാണ്. നമുക്ക് അവിടുന്ന് അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. ബിക്കോസ് ഹമീഷ് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരു ഏരിയ. അപ്പോ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ, ഇത് ശരിക്കും ഒരു ബിസിനസ്സിലെ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്, ആ ചോദ്യത്തിനെ നമ്മളൊന്ന് പാരഫ്രൈസ് അല്ലെങ്കിൽ ഒന്ന് റീഫ്രൈസ് ചെയ്തതാണ് ഹൂ ഇസ് യുവർ കസ്റ്റമർ. നമ്മൾ എങ്ങനെ, ഹൗ ഡു കസ്റ്റമേഴ്സ് ഫൈൻഡ് യു എന്നുള്ള ചോദ്യം വേറൊരു രീതിയിൽ ചോദിച്ചാൽ, ഹൂ ആർ യു സോൾവിങ് ഇറ്റ് ഫോർ, നിങ്ങൾ എന്ത് പ്രോബ്ലം ആണ് നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മണി റിയലി കം ഇൻ ടു യുവർ ബിസിനസ്, എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് പണം വരുന്നത്. അത് ഈ പറഞ്ഞ എഫ്പോസോ ക്യാഷോ ബാങ്ക് ട്രാൻസ്ഫറോ അല്ല, വെൻ എന്ന ചോദ്യമാണ്. അതായത് ഇസ് ഇറ്റ് ബിഫോർ ദ സർവീസ്, ഇസ് ഇറ്റ് ഡ്യൂറിംഗ് ദ സർവീസ്, ഇസ് ഇറ്റ് ആഫ്റ്റർ ദ സർവീസ്, ഇഫ് ഇറ്റ് ഈസ് ആഫ്റ്റർ ദ സർവീസ്, ഹൗ ഡിലേഡ്. ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മളുടെ വാല്യൂ ക്രിയേഷൻ ഇല്ലേ, ആ വാല്യൂ മാനേജ്മെന്റ്, വാല്യൂ ക്രിയേഷൻ, വാല്യൂ കമ്മ്യൂണിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ആക്സിഡന്റൽ അല്ല. ബിസിനസ് സക്സസ് ക്യാൻ നെവർ ബി ആക്സിഡന്റൽ. ബിസിനസ് സക്സസ് ഈസ് ആൻ ഇന്റൻഷണൽ ഡിസൈൻ. ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിസൈൻ ആണ് ബിസിനസ് സക്സസ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബിസി ആകുന്നത് കൊണ്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആകണം എന്നില്ല എന്ന് പറയുന്നത്. ബിസി ആകുന്നതും പ്രോഫിറ്റബിൾ ആകുന്നതും രണ്ടും രണ്ടാ. ബിസി ആകാതെ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആകാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇപ്പോ വിഷനറീസ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ്, നമ്മൾ ഒത്തിരി ദൂരേക്കൊന്നും പോകണ്ട, നമ്മളുടെ ലുലു മോളിന്റെ ഓണർ, ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് പേര് മറന്നു പോകും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം യൂസഫ് അലി സാർ. യൂസഫ് അലി സാർ ഭയങ്കര ബിസി ആയിട്ട് 10-16 മണിക്കൂർ അവരുടെ ബിസിനസ്സിൽ നിന്ന് വെളിയിലിറങ്ങാതെ ഇങ്ങനെ ജോലി ചെയ്യാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോ ബിസി ആകുന്നത് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവണം എന്നില്ല. ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എല്ലാരും കേട്ടിട്ടുള്ള ക്ലീഷ ആയിട്ടുള്ള ഒരു സംഗതിയാണ് വേണ്ടത്, സ്ട്രാറ്റജി. പക്ഷെ ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ തിങ്കിങ്ങിൽ നമ്മൾ കുറെ ചേഞ്ചസ് വരുത്തണം. നമ്മൾ ബിസിനസ് തിങ്കിങ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് തിങ്കിങ്ങിനെ നമുക്ക് പല ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് മാറ്റാം. അതിലൊന്നാണ് അത് ഓണർ ഓപ്പറേറ്റർ വിഷനറി എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്സ് ആണ്.
ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ്, നമ്മൾ പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ഒരു ഓപ്പറേറ്റർ മൈൻഡ് സെറ്റിലായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ടാസ്ക് ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ബിസിനസ് തുടങ്ങിയതാണെന്ന് വെക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഇന്ന് ഇരുന്നിട്ട് എന്റെ എന്തൊക്കെ കോഴ്സസ് ഞാൻ റൺ ചെയ്യണം, അത് എങ്ങനെ വേണം, അതിന്റെ പവർ പോയിന്റ് ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇരുന്ന് ആലോചിക്കുന്നു, അത് ഉണ്ടാക്കുന്നു. ആൻഡ് വെരി റിയാക്റ്റീവ്. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യില്ല, നമ്മൾ അതിനെ വിടും. വളരെ ടാസ്ക് ഫോക്കസ്ഡ് ആൻഡ് റിയാക്റ്റീവ് ആണ് ഒരു ഓപ്പറേറ്റർ മൈൻഡ് സെറ്റ്. മിക്കവാറും നമ്മളുടെ ബിസിനസ്സിലുള്ള എംപ്ലോയീസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ മൈൻഡ് സെറ്റ് ആണ്. ഓപ്പറേറ്റർ മൈൻഡ് സെറ്റ് മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഓപ്പറേറ്റർ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ വിതിൻ ദ ഫസ്റ്റ് 3 ഇയേഴ്സ് നമ്മൾ ഒരു ഓണർ മൈൻഡ് സെറ്റിലേക്ക് മാറാൻ നമുക്ക് പറ്റണം. 3 ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. അത് മാക്സിമം ആണ്. അതിനുള്ളിൽ നമ്മൾ ഈ ഓണർ മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. അതായത് ഓണറിന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ഔട്ട്കം ഡ്രിവൺ ആയിരിക്കും. അവരുടെ ഡിസിഷൻസ് എല്ലാം ഒരു ഔട്ട്കം ഫോക്കസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ വിഷു വരുന്നു, അല്ലെങ്കിൽ ഓണം, അല്ലെങ്കിൽ ഈദ്, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുന്നു. നമുക്കൊരു ഷോപ്പ് ആണെന്ന് വിചാരിക്കുക. ഈ ഷോപ്പ് ഓണർ ചിന്തിക്കുന്നത്, വിഷു വരുമ്പോ എനിക്ക് ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്റെ സെയിൽസ് എനിക്ക് കൂട്ടാൻ പറ്റും. ഇതാണ് ഒരു ഓണറുടെ മൈൻഡ് സെറ്റ്. ഇതിനെ നമ്മൾ സ്ട്രാറ്റജി എന്നല്ല പറയുന്നത്, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടാക്ടിക്സ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഈ ഫ്രീ സെഷൻ ഇത് സ്ട്രാറ്റജി ആണോ ടാക്ടിക്സ് ആണോ? ഇത് ടാക്ടിക്സ് ആണ്, അല്ലേ? കാരണം ഞാൻ എന്റെ ബിസിനസ് ക്ലാസ്സസ് എങ്ങനെയാണ് എന്നറിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് എന്റെ ഇൻഡെപ്ത് കോഴ്സസ്, അല്ലെങ്കിൽ ഞാൻ ഇനി റൺ ചെയ്യാൻ പോകുന്ന പെയ്ഡ് കോഴ്സസിലേക്ക് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയാൻ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഓൾ അലോങ് ഈ ടാക്ടിക്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്റെ ബിസിനസ് സർവൈവ് ചെയ്യുമോ? ഇല്ല. കഴിഞ്ഞിട്ട് 11:30 എന്റെ ബിസിനസ് സർവൈവ് ചെയ്യില്ല. കാരണം ടാക്ടിക്സ് മാത്രമായിട്ട് നമുക്കൊരു ബിസിനസിനെ സർവൈവ് ചെയ്യിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് സ്ട്രാറ്റജി ആയിരിക്കണം അതിന്റെ ബേസ്. ടാക്ടിക്സ് ക്യാൻ ബി യൂസ് ലൈക്ക് എ ഫ്രിൽ. ഇപ്പൊ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു ഫ്രില്ല് വെക്കുന്നത് പോലെയാണ് ഈ ടാക്ടിക്സ് എന്ന് പറയുന്ന സംഗതി. ഇനി ഒരു വിഷനറിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, വിഷനറി ആണെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കുക, ഞാൻ എന്ത് ഫ്യൂച്ചറാണ് ക്രിയേറ്റ് ചെയ്യുക, ലോങ് ടേമിലാണ്, എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം, എന്റെ ബിസിനസ് എങ്ങനെ നെക്സ്റ്റ് 100 ഇയേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് 1000 ഇയേഴ്സ് ഈ ബിസിനസ്സിനെ എനിക്ക് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാം. നമ്മളൊരു വിഷനറി ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ബിസിനസ്സിന് ഒരു മീനിങ്ങും ഒരു പർപ്പസും ഒക്കെ ഉണ്ടാവുക. അവിടെയാണ് നമുക്ക് നമ്മളുടെ സ്റ്റാഫിനെയും നമ്മളുടെ പാർട്ട്നേഴ്സിനെയും ഒക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാന് ഒക്കെ, അവരെ നമുക്ക് ലീഡ് ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പോ ഈ പറഞ്ഞ ഓപ്പറേറ്റർ ഓണർ മൈൻഡ് സെറ്റ് മോശമാണോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും മോശമല്ല. ആ മൈൻഡ് സെറ്റിൽ തന്നെയാണ് പല ബിസിനസ്സുകളും തുടങ്ങുക. പക്ഷെ ആ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ വിഷനറിയുടെ മൈൻഡ് സെറ്റിലേക്ക് മാറാൻ നമ്മൾ പഠിക്കണം. അത് മാറാൻ പഠിക്കണമെങ്കിൽ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു ബിസിനസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ്. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വൈ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ബിസിനസ് എന്ന്. അപ്പൊ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചപ്പോ പാഷൻ എന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഐ വുഡ് ലൈക്ക് ടു സേ നോ, ബിസിനസ് ഇസ് നോട്ട് പാഷൻ. പാഷൻ എന്ന് പറയുന്നത് ഒരു ഹോബിയാണ്. നമ്മളൊരു കാര്യം തുടങ്ങിയിരിക്കുന്നത് പാഷൻ കൊണ്ടാണെങ്കിൽ അതൊരു ഹോബിയാണ്. പാഷൻ ഒരിക്കലും ബിസിനസ് നടത്താൻ പറ്റില്ല. ബിസിനസ്സിന് വേണ്ടത് സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളുടെ ലീഡർഷിപ്പ് തിങ്കിങ് ആണ്, നമ്മളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്, നമ്മളുടെ മൈൻഡ് സെറ്റിലുണ്ടാവുന്ന, നമ്മളുടെ തിങ്കിങ്ങിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഒരു വിഷനറി അല്ലെങ്കിൽ ഒരു ലീഡർ എപ്പോഴും ചിന്തിക്കുക, ഹൗ ക്യാൻ വി വർക്ക് ടുഗെദർ എന്നാണ്. അവരുടെ പാർട്ട്നേഴ്സുമായിട്ട് എങ്ങനെ നമുക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം, നമ്മളുടെ ഒരു കസ്റ്റമറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാം, നമുക്ക് എങ്ങനെ അവർക്ക് നല്ല സർവീസ് കൊടുക്കാം എന്നാണ് ചിന്തിക്കുക. അല്ലാതെ അവര് കാശ് തന്നു, ഞാൻ സർവീസ് കൊടുത്തു, ഇനി എന്താ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ഒരു വിഷനറിയുടെ.
ഒരു വിഷണറി എപ്പോഴും ചെയ്യുക 6 കാര്യങ്ങളാണ്. ഒന്ന്, അവർ ആ ബിസിനസിനെ സ്കോപ്പ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റും സർവീസിന്റെയും സ്കോപ്പ് എന്താണ്, അത് എത്ര വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, അതിന് എവിടെയൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാം. അതിനുശേഷം അവർ ചെയ്യുന്ന ഒരു കാര്യം, അവര് ടൈം ലൈൻ സെറ്റ് ചെയ്യും. അതായത് നമ്മൾ ഒരു കാര്യം തുടങ്ങി, ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് എവിടെ എത്തണം, ഇനി നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഞാൻ എവിടെ എത്തണം എന്നുള്ള ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു വിഷനറിക്ക് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ടൈം ലൈനിൽ മൈൽ സ്റ്റോൺസ് ഉണ്ടാകും. അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യണം, നമ്മൾ റീവാമ്പ് ചെയ്യണം, അതിന് വേണ്ട ചേഞ്ചസ് വരുത്തണം, മൈൽ സ്റ്റോൺസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓരോ നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ കൂടെ പാർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ ആണെന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കും. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ തന്നെ റോൾ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് തിങ്കിങ് ആണ്. ആ റോൾ ക്ലാരിറ്റി ഒരു വിഷനറി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ ബൗണ്ടറീസ് എന്ന് പറയുന്നത്, നമ്മൾ ആരോടൊക്കെ സംസാരിക്കും, നമ്മൾ എത്ര മണിക്ക് ഫോൺ എടുക്കും, നമ്മൾ എത്ര മണിക്ക് എത്ര പേരോട് ഇന്ന് സംസാരിക്കും എന്നുള്ളതല്ല ബൗണ്ടറി. ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസിങ്ങിലുള്ള ബൗണ്ടറി, നമ്മളുടെ പ്രോസസ്സിനകത്ത് നമ്മൾ എത്രമാത്രം സ്ട്രെച്ച് ചെയ്യുന്നു, നമ്മൾ എത്രമാത്രം ഫ്ലെക്സിബിൾ ആകുന്നു എന്നുള്ള ബൗണ്ടറി, നമ്മളുടെ സ്റ്റാഫിങ്ങിലുള്ള ബൗണ്ടറി, അതൊരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഒരു ലീഡർ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഒരു ലീഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വാല്യൂ അലൈൻമെന്റ്. അതായത് നമ്മളുടെ വാല്യൂസും നമ്മളുടെ സ്റ്റാഫിന്റെയും പാർട്ട്ണറുടെയും ഒക്കെ വാല്യൂസ് അലൈൻഡ് ആയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളാണ് ഒരു ബിസിനസിനെ സ്ട്രാറ്റജിക്കലി പൊസിഷൻ ചെയ്യുക, ഒരു ബിസിനസിനെ കറക്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നിടത്തു നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേറ്റർ തിങ്കിങ് ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. നമ്മൾ പറയാറില്ലേ, എന്റെ തല, എന്റെ മുഖം, എന്റെ ഫുൾ ഫിഗർ, അവിടെ നിൽക്കും നമ്മൾ. പക്ഷെ ഒരു വിഷനറി ചിന്തിക്കുന്നത് എല്ലാരും കൂടെ ഒരുമിച്ച് എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഗ്രോ ചെയ്യാം, സ്കെയിൽ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് 2 ദിവസത്തെ ഒരു ട്രെയിനിങ് ആയിരുന്നു. ഐ എം ജസ്റ്റ് ഗോണ ഡു ദിസ് ഫോർ ദ ഹോൾ ഡേ, ഐ മീൻ ഫോർ ദിസ് ഹോൾ സെഷൻ. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഓക്കെ ആണെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് തരണം. ഓക്കെ അല്ല? താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ബിസിനസ്സിലെ മണി എന്ന് പറഞ്ഞ, നമ്മൾ മുമ്പേ പറഞ്ഞ ആ കിങ്, നമ്മളുടെ ബിസിനസ്സിൽ ആരാണ് കിങ്, മണി ഈസ് ദ കിങ് അല്ലെങ്കിൽ ക്യാഷ് ഈസ് ദ കിങ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതെങ്ങനെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് ഇൻ എ ബിസിനസ്? ആ ഫൈനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ 2 ഡയഗ്രംസ് ഒന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡയഗ്രാം അവിടെ ഇട്ടത്. നമ്മൾ ആലോചിക്കുക, നമ്മളുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രത്തിൽ നിന്ന് തുടങ്ങാം. നമ്മളുടെ കയ്യിലേക്ക്, ബിസിനസ്സിൽ നമ്മളുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് വന്നു കഴിയുമ്പോൾ ഈ ക്യാഷിനെ നമ്മൾ മാനേജ് ചെയ്യണം. മാനേജ് ചെയ്യുന്നത്, നമുക്ക് കുറച്ച് പണം നമുക്ക് നമ്മളുടെ റെഗുലർ എക്സ്പെൻസസ് ഉണ്ടാകും, കുറച്ച് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലേക്കുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും, പിന്നെ കുറച്ച് നമ്മളുടെ റെയിനി ഡേ ഫണ്ടോ അല്ലെങ്കിൽ എമർജൻസി ഫണ്ടോ ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റിവെക്കും. ഇവിടെയാണ് നമ്മളുടെ പേയ്മെന്റ്സ്, നമ്മള് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാഷിനകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കും. ഫൈനാൻസ് പർച്ചേസസ്, അതായത് നമ്മളുടെ ഇൻവെന്ററി, നമ്മളുടെ സ്റ്റോക്ക്, അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള പർച്ചേസസ് ഒക്കെ നമ്മൾ ചെയ്യും. ആൻഡ് ദെൻ ഫൈനലി ഒരു കസ്റ്റമർ നമ്മളുടെ എൻഡ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, എഗെയിൻ പൈസ നമ്മളുടെ കയ്യിലേക്ക് വരുന്നു. വളരെ സിമ്പിൾ ആണ്. ഇതാണ് നമ്മളുടെ ബിസിനസ്സിലെ ഒരു ക്യാഷ് ഫ്ലോ. പക്ഷെ ഈ ക്യാഷ് ഫ്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യമില്ലേ, ഹൗ ഡു കസ്റ്റമേഴ്സ് പേ യു, വെൻ ഡു ദേ പേ യു എന്നുള്ള ചോദ്യവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. കാരണം നമ്മളുടെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
നമ്മളുടെ ഇമ്മീഡിയറ്റ് എക്സ്പെൻസസ്, നമ്മളുടെ സ്റ്റാഫിന്റെ സാലറി, ടാക്സ് ഒബ്ലിഗേഷൻസ്, നമ്മളുടെ ഇൻവെന്ററി പർച്ചേസസ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പർച്ചേസ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചില ബിസിനസ്സുകളിലെ ആൾക്കാർ ഓവർ സ്റ്റോക്ക് ചെയ്യും, എഗെയിൻ ആ പൈസ സ്റ്റക്ക് ആകും, അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് ചെയ്യും, നമുക്ക് കസ്റ്റമറെ നഷ്ടപ്പെടും. അത് നമ്മളുടെ കയ്യിലേക്ക് വരാൻ പോകുന്ന പൈസയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഈ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതേ സംഗതി തന്നെയാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ അത് അവിടെ ഇട്ടത്. ഈ ക്യാഷ്, നമുക്ക് ക്യാഷിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇൻവെന്ററി വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് അവിടെ ലോക്ക്ഡ് ആയി. അതായത് നമ്മളുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിൽ ക്യാഷ് വന്നോ? ഇല്ല. അതവിടെ ലോക്ക്ഡ് ആയിട്ടിരിക്കുന്നു. നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് ഒരു ഫിനിഷ്ഡ് ഗുഡ് ആക്കുന്നു. എഗെയിൻ ഇവിടെ നമ്മളുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു. ഇത് ഒരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞ വാല്യൂ ക്രിയേഷൻ ആണ്. നമ്മൾ ഇവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മണി ഈസ് ഗോയിങ് ടു കം ടു യുവർ ബിസിനസ്. ഇതിന്റെ വർത്തി ചിലപ്പോൾ 10 മില്യൺ ആയിരിക്കും, അല്ലെങ്കിൽ 100 കോടി, എനിക്ക് അറിഞ്ഞുകൂടാ. 10 മില്യൺ ആയിരിക്കും, അല്ലെങ്കിൽ 50 മില്യൺ ആയിരിക്കും എന്ന് വിചാരിക്കുക. ബട്ട് ഡു യു ഹാവ് ദാറ്റ് മണി ഇൻ യുവർ ഹാൻഡ്? നോ. ഫൈനലി ഒരു കസ്റ്റമർ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ സംഗതി വാങ്ങിക്കുന്നു. നമ്മൾ കസ്റ്റമറെ ഇൻവോയ്സ് ചെയ്യുന്നു. ഇൻവോയ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പേപ്പറിൽ, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ അത് എന്താകുന്നു? അത് അക്കൗണ്ട്സ് റിസീവബിൾ ആകുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. $50 മില്യൺ അല്ലെങ്കിൽ ഇത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നു. പക്ഷേ ഇസ് ഇറ്റ് സ്റ്റിൽ ക്യാഷ്? നോ, ഇറ്റ് ഈസ് നോട്ട് ക്യാഷ് അൺടിൽ യു ഗെറ്റ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്, അല്ലേ? അത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് വരെ ഇത് ക്യാഷ് അല്ല, ഇത് പേപ്പറിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല ബിസിനസ്സും ഇൻ പേപ്പർ ദേ ആർ പ്രോഫിറ്റബിൾ, പക്ഷെ പലപ്പോഴും അവർ സ്റ്റക്കാണ്. അവർക്ക് ഗ്രോത്തിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, അവരുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും വേണം, അത് ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ്. ബട്ട് ദേ ആർ സ്റ്റിൽ സ്റ്റക്ക് ബിക്കോസ് ദാറ്റ് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് ഇസ് മിസ്സിംഗ് ഇൻ യുവർ ബിസിനസ്. അതുകൊണ്ടാണ് ആ ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളുടെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളുടെ ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കണം. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പൊ നമ്മൾ പറയും എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഫൈനാൻസ് മാനേജർ ഉണ്ട്. അല്ല, ഫൈനാൻസ് മാനേജറുടെ അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടന്റിന്റെ അടുത്ത് ഇരുന്ന് നമ്മൾ ചോദിക്കണം. ഇതെന്താണ് മനസ്സിലാകുന്നത് വരെ ചോദിക്കണം എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറുടെ ഉത്തരവാദിത്വം. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അത് ചോദിക്കണം. അത് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ കയ്യിൽ എത്ര കാശുണ്ട്, നമ്മളുടെ പ്രൈസിങ് കറക്റ്റ് ആണോ, നമ്മളുടെ മാർക്കറ്റിംഗ് കറക്റ്റ് ആണോ, നമ്മളുടെ ഇൻവെന്ററി കൂടുതലാണോ കുറവാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ് ഇല്ലേ, വാല്യൂ ക്രിയേഷൻ, വാല്യൂ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാല്യൂ മാനേജ്മെന്റ്, നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു നമ്മളുടെ പ്രൈസിങ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ക്യാഷ് ഫ്ലോയും നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ സംസാരിച്ചിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, വെദർ ദർ വാസ് ആൻ എക്സ്പെൻസ് ഓർ നോട്ട്, എല്ലാ ആഴ്ചയിലും അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മണി ടൈം ഉണ്ട്. അതിനെ വിളിക്കുന്നത് മണി ടൈം എന്നാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അവരവരുടെ പേഴ്സണൽ എക്സ്പെൻസസും, അതായത് പേഴ്സണൽ മണി ട്രാൻസാക്ഷൻസും അവരുടെ ബിസിനസ് ട്രാൻസാക്ഷൻസും, ഇത് രണ്ടും എല്ലാ ആഴ്ചയിലും എടുത്തു വെച്ച് നോക്കും. എവിടെയൊക്കെയാണ് എനിക്ക് ലീക്ക് ഉള്ളത്, എവിടെയൊക്കെയാണ് അൺവാണ്ടഡ് എക്സ്പെൻസസ്, എവിടെയാണ് ഞാൻ സ്റ്റക്കായിരിക്കുന്നത്, എവിടെയാണ് എനിക്ക് ഡിലേ. അപ്പോ ഞാനിത് പഠിച്ചത്, ഞാൻ വർക്ക് ചെയ്ത ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാന്റെ അടുത്ത് നിന്നാണ്. അയാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, വെദർ യു ഹാവ് എ എക്സ്പെൻസ് ഓർ നോട്ട്, ഈ ആഴ്ച നമ്മൾ എങ്ങും പോയില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, എന്നാലും നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കണം. അതൊരു ഹാബിറ്റ് ആക്കണം. ബിക്കോസ് ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. നമ്മളുടെ മണി എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന്
നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിലുള്ള പല പ്രശ്നങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക. ഇനി ഞാൻ പറഞ്ഞു, പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് നമ്മളുടെ ബിസിനസ്സിൽ. നമ്മൾ ഓവർ പ്രൈസ് ചെയ്യാനും പാടില്ല, നമ്മൾ അണ്ടർ പ്രൈസ് ചെയ്യാനും പാടില്ല. പ്രൈസിങ് എപ്പോഴും രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക. ഒന്ന്, നമ്മൾക്ക് മണിയുമായിട്ടുള്ള നമ്മളുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതെന്താണോ, അത് ഐദർ ഫിയർ ആയിരിക്കും അല്ലെങ്കിൽ വാല്യൂ ആയിരിക്കും. നമുക്ക് ഫിയറിൽ നിന്ന് തുടങ്ങാം. ഫിയർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നും നമ്മളുടെ കൾച്ചറലി ട്രഡീഷണലി നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങള്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങള്, നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫിയർ ആണ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും അണ്ടർ ചാർജ് ചെയ്യും, നമ്മൾ ഓവർ വർക്കും ചെയ്യും. എന്നോട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞാണ്, നമ്മൾ കുറച്ച് പൈസ നമ്മൾ ചാർജ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിന്റെ ഡബിൾ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക, അപ്പോഴാണ് നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുക. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും അണ്ടർ ചാർജ് ചെയ്യില്ല, ഞാൻ ഓവർ വർക്കും ചെയ്യില്ല. അപ്പൊ അവർക്കത് കേട്ടപ്പോ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഡബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലേ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്? അല്ല, നമ്മൾക്ക് അവര് തരുന്ന പണത്തിനുള്ള റിസൾട്ട്, ക്വാളിറ്റി ആയിട്ടുള്ള റിസൾട്ട് കൃത്യമായിട്ട് നമ്മൾ കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഓവർ വർക്കും ചെയ്യേണ്ട, അണ്ടർ ചാർജും ചെയ്യേണ്ട, ഓവർ ചാർജും നമ്മൾ ചെയ്യേണ്ട. പക്ഷെ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ എത്ര റിസെന്റ്ഫുൾ ആണ് പണത്തിന്റെ കാര്യത്തിൽ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നമ്മളൊരു വാല്യൂ ബേസ്ഡ് പ്രൈസിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മളോട് റെസ്പെക്ട് ഉണ്ടാകും, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനോട്, അതായത് നമ്മളുടെ വേർത്തിനോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടാകും, നമ്മളുടെ കസ്റ്റമറിനോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടാകും. അവിടെ നമ്മൾ എന്ത് കൊടുക്കും? നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത് എപ്പോഴും ക്വാളിറ്റി ഔട്ട്കം ആയിരിക്കും. നമ്മൾ അവിടെ സസ്റ്റൈനബിലിറ്റിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അതാണ് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ്. ഈ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് മനസ്സിലാക്കണമെങ്കിൽ എഗെയിൻ നമ്മളുടെ മൈൻഡ് സെറ്റ് ആൻഡ് നമ്മളുടെ മണിയുമായിട്ടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് നമ്മൾ അറിയണം. അപ്പോ മണി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിൽ ഒരു ബോട്ടിൽ നെക്ക് ആകാതിരിക്കണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് മണിയെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഒരു റിലേഷൻഷിപ്പ് സിസ്റ്റമായിട്ട് കാണാം. നമുക്ക് മണിയെ ഒരു എക്കോ സിസ്റ്റമായിട്ടും നമുക്ക് കാണാം. ഒരു റിലേഷൻഷിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ നമ്മൾ ആൾക്കാരെ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ് നമ്മളുടെ ക്ലയൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മളുടെ സ്റ്റാഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അവർക്ക് കൃത്യമായ സമയത്ത് സാലറി കൊടുക്കുക, അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ് കൊടുക്കുക, അവരുടെ ഡെവലപ്മെന്റിനുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുക, നമ്മളുടെ വെൻഡേഴ്സിന് കറക്റ്റായിട്ട് നമ്മൾ പണം കൊടുക്കുക, നമ്മളുടെ ക്ലയൻസുമായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവരുടെ കൂടെ നിന്ന് അതിന് വേണ്ടി അവർക്ക് അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. നമ്മളുടെ കൊളാബറേറ്റേഴ്സ്, ചിലപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ കോൺട്രാക്ടേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു. എന്റെ അഭിപ്രായം ആദ്യം ഓക്കെ, എനിവേ, ഇപ്പൊ നമ്മളുടെ കൊളാബറേറ്റേഴ്സിനുള്ള അവർക്കുള്ള പണം കൃത്യമായിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ മണിയുടെ ഒരു മണിയെ ആസ് എ റിലേഷൻഷിപ്പ് സിസ്റ്റമാണ്. അതായത് നമ്മളുടെ പണത്തിനെ നമ്മൾ എത്ര വാല്യുബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു, നമ്മളുടെ റിലേഷൻഷിപ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, സ്ട്രോങ് ആക്കാൻ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് മണി ആസ് എൻ ഈക്കോ സിസ്റ്റം. അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബേസ്ഡ് ഓൺ ഇമോഷൻ നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ചെയ്യുന്നത്, നമ്മളുടെ ക്യാഷ് ഫ്ലോ, അതായത് നമുക്ക് എത്ര സമയം കഴിഞ്ഞാണ് നമ്മളുടെ കയ്യിലേക്ക് പണം വരുന്നത്, എങ്ങനെ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാം. കാരണം ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എൻവയൺമെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇക്കോ സിസ്റ്റം. അതേപോലെ തന്നെയാണ് മണി ആസ് എൻ ഇക്കോ സിസ്റ്റം ഇൻ എ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് മണി എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ക്ലാരിറ്റി, നമ്മളുടെ ലീഡർഷിപ്പ് തിങ്കിങ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ലാൻഡ്സ്കേപ്പ്, നമ്മളുടെ റിലേഷൻഷിപ്സ്, മണി റിലേഷൻഷിപ്സ്, ഇതൊക്കെ ചേർന്നാണ് നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ
നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ ഒരു ഇക്കോ സിസ്റ്റമായിട്ട് മാറ്റാൻ സാധിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്, എന്തൊക്കെ പ്രോസസ്സസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ വേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസിന്റെ കീ പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ്സിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നത്, നമ്മളുടെ എനർജിയും വെൽബീയിങ്ങും എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, അതായത് നമ്മൾ എങ്ങനെ നമുക്ക് ലോങ് ടേം ആയിട്ട് ചിന്തിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഒരു ഇക്കോ സിസ്റ്റം ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലാരിറ്റിയും ലീഡർഷിപ്പ് തിങ്കിങ്ങും നമ്മളുടെ മണി റിലേഷൻഷിപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. ആ പ്രോസസ്സിന് എത്ര ഇന്റർവെല്ലിലാണ് നമ്മൾ അതിനെ ഒന്ന് റിവ്യൂ ചെയ്യേണ്ടത്, അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ബിസിനസ് എയും ബിസിനസ് ബിയും കാണാം. ഇതിൽ ഏത് ബിസിനസ് ആയിരിക്കും, ഇഫ് യു ആർ ഗിവൺ എ ചോയ്സ് ടു പിക്ക്, നിങ്ങൾ ഏത് ബിസിനസ്സിനെ ആയിരിക്കും പിക്ക് ചെയ്യുക? ആൻഡ് യു ഷുഡ് ടെൽ വൈ. ബിസിനസ് എ എല്ലാ ഓപ്പർച്യൂണിറ്റീസും എടുക്കും, വെരി എന്താ പറയുക, എന്തൂസിയാസ്റ്റിക്, മോട്ടിവേറ്റഡ് ആണ്, സേസ് യെസ് ടു എവറിഥിങ്, ഗ്രോസ് ഫാസ്റ്റ്, ഫൗണ്ടർ ബേൺസ് ഔട്ട്. ബിസിനസ് ബി. ഓക്കെ, എനി അതർ ആൻസർ? ഇല്ല? ഓക്കെ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക ബിസിനസ് ബി ആയിരിക്കും. അതെ, ബിസിനസ് ബി ആയിരിക്കും അല്ലെ? കാരണം ഇപ്പോ ബിസിനസ് ബിക്കുള്ള ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് ആപ്പിൾ അല്ലെ? ആപ്പിൾ ഒരു സമയത്ത് അറ്റ് ദ വേർജ് ഓഫ് ബാങ്ക്രപ്സി ആയിരുന്നു എന്നുള്ളതൊക്കെ അറിയാമോ? കാരണം ആപ്പിളിന് ഒരുപാട് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവര് ബാങ്ക്രപ്റ്റ് ആകാൻ പോവുകയായിരുന്നു. ആ സമയത്താണ് സ്റ്റീവ് ജോബ്സ് 4 പ്രോഡക്ട്സ്, എനിക്ക് തോന്നുന്ന അന്ന് റെഡ്യൂസ് ടു 10 ആൻഡ് ദെൻ റെഡ്യൂസ് ടു 4 ആണെന്നാണ് എന്റെ വിശ്വാസം. അവര് 4 പ്രോഡക്ട്സിലേക്ക് അവരതിനെ റെഡ്യൂസ് ചെയ്തു. കാരണം ടേക്കിംഗ് എവറി ഓപ്പർച്യൂണിറ്റി ആൻഡ് സേയിങ് യെസ് ടു എവറിത്തിങ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് എന്ന് ആപ്പിൾ മനസ്സിലാക്കി. അപ്പോൾ ആപ്പിൾ എന്ത് ചെയ്തു? അവര് സ്റ്റാർട്ടഡ് ചൂസിങ് കെയർഫുള്ളി, സ്റ്റാർട്ടഡ് ഗ്രോയിങ് സ്റ്റെഡിലി ആൻഡ് സ്ലോ. ദേ വർ ഗ്രോയിങ് സ്ലോ, but then what they did was അവര് capacity build ചെയ്തു and now became the number one and now they are sustaining that position അല്ലേ? അപ്പോ നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് എത്ര പ്രോഡക്റ്റ് വേണം, നമ്മൾ എങ്ങനെ പ്രൈസ് ചെയ്യണം, നമ്മൾ എന്തിനോടൊക്കെ യെസ് പറയണം, നമ്മൾ എന്തിനോടൊക്കെ നോ പറയണം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കൺസൾട്ടൻസിനെ അവിടെ സമീപിക്കാം. നമുക്ക് നമ്മളുടെ ഫൈനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ട് സംസാരിക്കാം. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ഈ പാർട്ട്ണർഷിപ്പ്, ഇൻവെസ്റ്റർ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ്, അത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അറിയില്ലെങ്കിൽ നല്ല ഒരു ലോയറുടെയോ നല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ അടുത്ത് പോവുക, അവരത് ശരിയാക്കി തരും. അതൊരു 2-3 പേരുടെ അടുത്ത് പോയി നമ്മളൊരു അവരുടെ ഒക്കെ അഭിപ്രായം കേൾക്കുക, എന്നിട്ട് ദ ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഒരു ആസ് എ ഫൗണ്ടർ നമ്മളുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ലീഡർഷിപ്പിനെ പറ്റി. ബിസിനസ്സിലെ ലീഡർഷിപ്പിനകത്ത് ഒരു വിഷണറി ആവണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. സ്ട്രാറ്റജിക് ആയിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ദേർ. ഓക്കെ, സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഒരു ഓണറുടെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മളുടെ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ സ്റ്റാഫിനെ നമുക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റാഫ് നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പല ഡിസിഷൻസും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പല ടാസ്കും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഡെലിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫ്രീ ആവുന്നത്. നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ റോഡ് മാപ്പ് ഉണ്ടാക്കാനും നമ്മളുടെ വിഷൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഗ്യാപ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുക. അപ്പൊ ഈ ഓണറുടെ വെൽബീയിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസിനസ് റിലേറ്റഡ് മാറ്റർ ആണ്. ഓണർ വെൽബീയിങ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കൺവെൻഷണൽ ഹീലിങ്ങോ കൺവെൻഷണൽ ആയിട്ടുള്ള വെൽബീയിങ് ഇഷ്യൂസ് അല്ല. നമ്മൾ പോയിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. ഇറ്റ് കീപ്സ് യുവർ മൈൻഡ് പീസ്ഫുൾ. പക്ഷെ ഒരു ഓണറുടെ വെൽബീയിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസിനസ്സിൽ ഈ കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, ലീഡർഷിപ്പ് തിങ്കിങ്, ഫൈനാൻഷ്യൽ ഇന്റലിജൻസ്, ഈ രണ്ട് കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഒരു ബിസിനസ്സിൽ. ഓക്കെ, ഇനി എനി ക്വസ്റ്റ്യൻസ്? എത്ര കാലം വില കുറച്ച് വിൽക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ പ്രോഡക്റ്റിന് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കണം, നമ്മളുടെ സ്റ്റോറിന്റെ റെന്റ് കൊടുക്കണം, നമ്മളുടെ സ്റ്റാഫിന്റെ സാലറി കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസസ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ വില കുറച്ച് കൊടുക്കുന്ന ആളിന് എത്ര കാലം അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് വില കുറച്ച് കൊടുക്കുകയല്ല, നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് ആൾക്കാരെ മനസ്സിലാക്കിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതിന് നമ്മൾ പല തരത്തിലുള്ള മാർക്കറ്റിംഗ് ടൂൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞില്ലേ, ബീങ് ബിസി ഈസ് നോട്ട് ബീങ് പ്രോഫിറ്റബിൾ എന്ന്. നമുക്ക് ഒരുപാട് കസ്റ്റമർ വന്നാൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റബിൾ ആകൂ എന്ന് നിർബന്ധമില്ല. നമ്മളുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ള കുറച്ച് കസ്റ്റമേഴ്സ് മതിയായിരിക്കും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പ്രോഡക്റ്റിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക, നമ്മളുടെ പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഓവർ പ്രൈസിങ് ആണോ അണ്ടർ പ്രൈസിങ് ആണോ എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ മാർക്കറ്റിംഗ്, നമ്മളുടെ സെയിൽസ് എങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മളിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമ്മൾ ഹോംവർക്ക് ചെയ്യുക. എനിത്തിങ് എൽസ്? ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളുടെ കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, എനിക്ക് നിങ്ങൾ ആരും കാണാൻ പറ്റുന്നില്ല. എനിവേ, ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഓക്കെ, എനിവേ, ഓൾ റൈറ്റ്. ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്ന സെഷൻ എന്താണ്, ഇതൊരു ടാക്ടിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ ബിസിനസ് ക്ലാസ്സസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതിനാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി മുതൽ നമ്മളൊരു ഇൻഡെപ്ത് ബിസിനസ് കോഴ്സ് നമ്മൾ റോൾ ഔട്ട് ചെയ്യാണ്. അതൊരു പെയ്ഡ് സെഷൻ ആണ്. അത് 6 വീക്സിന്റെ ഒരു കോഴ്സാണ്. 90 മിനിറ്റ്സ് ആണ് ഓരോ ആഴ്ചയിലും നമ്മളുടെ സെഷൻ. ആ 90 മിനിറ്റ്സിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ കോർ ഏരിയാസ് ഒക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ കേസ് സ്റ്റഡീസ് ചെയ്യും. അതായത് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ്, എങ്ങനെ നമ്മളുടെ ബിസിനസ്സിൽ ലീഡർഷിപ്പ് തിങ്കിങ് കൊണ്ടുവരാം, എങ്ങനെ നമ്മളുടെ പ്രൈസിങ് കറക്റ്റ് ആക്കാം, ഇങ്ങനെയുള്ള നമുക്ക് എങ്ങനെ സിസ്റ്റംസ് പ്രോസസ്സസും ഇംപ്ലിമെന്റ് ചെയ്യാം, നമ്മളുടെ പീപ്പിൾ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഇൻഡെപ്ത് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സെഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് ഹമീഷയോട് സംസാരിച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അതൊരു പെയ്ഡ് സെഷൻ ആണ്, അത് ഫ്രീ സെഷൻ അല്ല. ബട്ട് ആസ് ഐ സെഡ്, നിങ്ങൾ അതിന് ഇപ്പൊ റെഡി അല്ലെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ജോയിൻ ഫ്രീ സെഷൻസ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മളുടെ ഫ്രീ സെഷൻ ആണെങ്കിലും നമ്മളുടെ പെയ്ഡ് സെഷൻ ആണെങ്കിലും യു വിൽ വാക്ക് അവേ വിത്ത്
something useful in your hand. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? No? ഓക്കെ, അപ്പൊ വേറെ മാഡം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് വാല്യുബിൾ. നിങ്ങളുടെ 1 hour 1.5 hours നിങ്ങൾ തന്നതിന് വളരെ സന്തോഷം. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. നമ്മളുടെ സെഷൻസിനെ പറ്റി അറിയണമെങ്കിൽ ഹമീഷയോട് സംസാരിക്കുക. And then yeah, that's it. Shifil, Madam, thank you. any feedback? Thank you. No problem, Ranjini. Thank you so much for joining. Thank you. Thank you so much. Thank you so much. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. നമ്മൾ ഇനി ഒരു ചിറ്റ് ചാറ്റ് വിത്ത് ചായ എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരു കാഷ്വൽ ഫ്രീ സെഷൻ ആണ്, ജസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു എന്റെ ഒരു സൈഡ് ഇസ് ന്യൂറോ സയൻസ് ആൻഡ് സൈക്കോളജി. അപ്പോ എന്തെങ്കിലുമൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. വിൽ അനൗൺസ് ഇറ്റ് ലേറ്റർ. അപ്പൊ until then I'll see you guys. Have a good day. Bye.